ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വാല വെച്ച ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, തക്കാളി, ഒരു ചെറിയൊരു സബോളയുടെ പകുതി എന്നിവ ചേർക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഒരല്പം ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. കുക്കറിലേക്ക് മാറ്റിയ ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ്. നിങ്ങൾക്ക് പലർക്കും പല വേവായിരിക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് നോക്കാം കേട്ടോ. എനിക്ക് ഈ പാകം ഓക്കെയാണ്. ആവി നന്നായി പോയതിന് ശേഷം കുക്കർ തുറക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ഗ്രേവി കുറുതാക്കി എടുക്കാവുന്നതാണ്. ആ സമയത്ത് ഒരല്പം മല്ലിയില അതിൻ്റെ കൂടെ തൂവി കൊടുക്കണം കേട്ടോ. ഈ പരുവത്തിലാണ് കറി വേണ്ടതെങ്കിൽ മാത്രമാണ് നിങ്ങൾ കുക്കർ തുറന്ന് വെച്ച് തീ കുറവിലിട്ട് ഒന്ന് കുറുതാക്കി എടുക്കണ്ടു. അതെല്ലാം നല്ല ചാറോട് കൂടി വേണമെങ്കിൽ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല, അതുപോലെ തന്നെ ഉപയോഗിക്കുക കേട്ടോ. ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.